നിരപരാധിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിട്ടയച്ച സംഭവം. ആ സംഭവത്തിലാണ് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഇപ്പോൾ ഉണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടന്നത്. ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. പക്ഷേ മറ്റൊരു വശത്തുകൂടി പോലീസ് ലൈനിൻ്റെ ഇടയിലേക്ക് പ്രവർത്തകർ ചാടിക്കടക്കുകയാണ് ഉണ്ടായത്. ചാടി അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ്. അക്രമം നടത്തിയ ഉദ്യോഗസ്ഥരെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഈ പ്രതിഷേധത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ശേഷം പോലീസിനിടയിലേക്ക് കടന്നു വന്നത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായാണ് സമരം പോയിരുന്നത് എങ്കിൽ പോലും പിന്നീട് വാക്കേറ്റത്തിലേക്കും കയ്യേറ്റത്തിലേക്കും പോലീസിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിലേക്കും ഈ സമരം മാറുകയാണ്. 12-ാം തീയതിയാണ് മൂവാറ്റുപുഴ പോലീസ് ഈ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് അമൽ ആൻ്റണി എന്ന് പറയുന്ന മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുക്കുന്നത്. വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മർദ്ദനമുണ്ടായി എന്നുള്ളതായിരുന്നു പരാതി. അതാണ് ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ഉയർന്നത്. അമൽ ആന്റണി എന്ന ആളാണ് ഇന്നലെ പരാതിയുമായി രംഗത്ത് വന്നത്. ആള് മാറിയുള്ള പോലീസിന്റെ മർദ്ദനം, അമലിന് ഗുരുതരമായി കഴുത്തിനുൾപ്പെടെ പരുക്കേറ്റിരുന്നു എന്നൊക്കെയുള്ളത് അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിലാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം ആണ് നടത്തുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അമൽ ആന്റണിക്ക് ഗുരുതരമായി പരുക്കേറ്റിരുന്നു എന്നത് അമൽ ആന്റണി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തതാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ വാക്കേറ്റമുണ്ടായിരുന്നു. മൂവാറ്റുപുഴയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള നീക്കം, ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ നിലവിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആള് മാറി പോലീസിന്റെ ഭാഗത്തു നിന്നൊരാൾക്ക് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന സംഭവത്തിലുള്ള പ്രതിഷേധമാണിപ്പോൾ മൂവാറ്റുപുഴയിൽ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് മൂവാറ്റുപുഴയിൽ അരങ്ങേറുന്നത്. ലാൽകൃഷ്ണൻ തുടരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, എങ്ങനെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഉള്ളത്? നേരത്തെ വലിയ വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നല്ലോ. തീർച്ചയായിട്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു 50 മീറ്ററിൽ മാത്രമേ അകലമുള്ളൂ. രാവിലെ തന്നെ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് പോലീസ് ഇവിടെ വന്നിരുന്നു. പ്രധാനമായിട്ടും നഗരത്തിലെ ഗതാഗത കുരുക്ക് നിലനിൽക്കുന്നതിനാൽ വൺ വേ ട്രാഫിക് നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ. ഈ റോഡ് പൂർണ്ണമായും ഉപരോധിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അല്പസമയങ്ങൾക്ക് മുമ്പ് അമൽ ആൻ്റണിയുടെ മാതാവ് തന്നെ ഈ സമരം നടക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. അത് അമൽ ആൻ്റണിയുടെ അമ്മ ഈ വിവരങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ പ്രകോപിതരായി പോലീസിന് അടുത്തേക്ക് പാഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്കും പോയതിന് പിന്നാലെ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് കിടക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. പ്രത്യക്ഷത്തിലുള്ള സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ഇപ്പോഴും ആരോപിച്ചിരിക്കുന്നത്. അമൽ ആൻ്റണിയുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോഴും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് കാര്യമായ രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഡിവൈഎസ്പിക്കാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല. അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണം എന്നൊരാവശ്യമായിരുന്നു ഡിവൈഎസ്പിയുടെ റൂറൽ എസ് പി നൽകിയത്. റൂറൽ എസ് പിക്കും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കുമാണ് അമൽ ആൻ്റണിയുടെ മാതാവും അമൽ ആൻ്റണിയും പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി നൽകിയെങ്കിൽ പോലും ഇപ്പോഴും അമൽ ആൻ്റണിയുടെ വിശദമായ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ളത് അമൽ ആൻ്റണിയുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ ഇതിലൊരു വിശദീകരണത്തിന് ഇനിയും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആള് മാറിയുള്ള അതിക്രൂര മർദ്ദനത്തിനാണ് അമൽ ആൻ്റണി എന്ന യുവാവ് ഇരയായത്. അദ്ദേഹത്തിന് കഴുത്തിനൊക്കെ ഗുരുതരമായി സാരമായി പരുക്കേറ്റിട്ടുണ്ട് എന്നത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ന് അമൽ ആൻ്റണിയുടെ മാതാവ് അവിടെ എത്തുകയും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ കൂടുതൽ വിശദമാക്കുകയും ചെയ്തു. പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്കാണ് കടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, പോലീസുമായി വാക്കുതർക്കമുണ്ടായി. പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിയുകയായിരുന്നു. പോലീസിന് നേരെ വാക്കുതർക്കം, അതിനുശേഷം പോലീസുമായുള്ള വാക്കുതർക്കത്തിന് ശേഷം പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാനൊക്കെയുള്ള നീക്കം. അതാണ് മൂവാറ്റുപുഴയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. തുടരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ കൂടുതൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്കാണ്. ജലപീരങ്കി ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സൈറനടക്കം ഇവിടെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നടക്കം പ്രതിഷേധം തുടരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അമൽ ആൻ്റണിയുടെ
മാതാവ് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ്, ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രകോപനപരമായ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്തുള്ള നിലപാട് മാറിയത്. DCC പ്രസിഡന്റ് ഷിയാസിൻ്റെയും അതോടൊപ്പം മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ അരങ്ങേറിയത്. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയമാണ് ഇതിനകത്ത് പ്രധാനം. ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലൊരു മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനോ ഇതുവരെ മൂവാറ്റുപുഴ DYSP തയ്യാറായിട്ടില്ല. കേസിൽ പ്രാഥമികമായ നടത്തിയ അന്വേഷണത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിച്ചത്. അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നുള്ളതല്ലാതെ മർദ്ദിക്കുകയോ അവശനാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അതിനാധാരമാണ് എന്ന നിലപാടാണ് പോലീസിനുള്ളത്. പക്ഷേ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസ് മർദ്ദിച്ച് അവശനാക്കുകയും യുവാവിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യുവാവും മൊഴിയിലും അതോടൊപ്പം തന്നെ പരാതിയിലും പറഞ്ഞിട്ടുള്ളത്. ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ട അവസ്ഥയാണ്, ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഇന്ന് പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ട് എങ്കിൽ പോലും അത് വകവയ്ക്കാതെ അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ തീരുമാനിച്ചത്. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച ഉപരോധമാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുകയുണ്ടായി. അതിനിടയിലാണ് പോലീസുമായിട്ടുള്ള വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന കാര്യം ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്തും തീരുമാനമുണ്ടാകാത്തതിലുള്ള പ്രതിഷേധമുണ്ട്. ഇതിനിടെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഉയർത്തി കാണിക്കുന്നത്. മൂവാറ്റുപുഴയിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസിനെതിരെ ആളുമാറി ഒരു യുവാവിനെ, അമൽ ആന്റണി എന്ന യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി എന്നുള്ള ആ പരാതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ പോലീസാകട്ടെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം വിട്ടയക്കുകയാണ്. ഒരു തരത്തിലുള്ള മർദ്ദനമോ പീഡനമോ ഉണ്ടായിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതായിരുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.